കാഷ്ലെസ് പ്ലസ് സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വട്ടം ചത്തുപോയി, ഫുള്ള് പോയി. ഞാൻ നമ്മൾ നെതർ എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അയൺ ആർമറൊന്നും ആക്കണ്ട, നേരെ ഡയമണ്ട് ആർമർ ആക്കാമെന്ന്. അതിന് നമുക്ക് കുറച്ച് പണിയുണ്ട്. അതിന് ഒന്നാമത്തെ പിക്ചറാൻ പറ്റിട്ടു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോള് തപ്പണം. ഞാൻ ചെറിയ ചെസ്റ്റർ പാക്ക് ഇട്ട് കണ്ടോ, അതൊക്കെ ഇളകി കാണുന്നില്ല, സോറി. ഇതാ കണ്ടോളി, ഇതാ പിന്നെ ഇളകി കളിക്കാൻ ചെറിയ ചെസ്റ്റർ പാക്ക് ഇട്ടിക്കണം. നമ്മൾ ഇവിടെ കുറേ കോള് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഇതാക്കണം, ഇവിടെ ഉണ്ട്. ഈ കോളൊക്കെ കുറച്ച് തോന്നെ കോളും മൈൻ ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിക്കണേ. ഇനി നമുക്ക് നേരെ മൈനിങ്ങിന് പോവാം. പോവുക നിലത്തേക്ക് അങ്ങ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഫുഡില്ല ഗൈസ്, അത് വേറെ കാര്യം. എൻ്റെ ഫുഡിനാണ് ഇവിടെ പോകണമല്ലോ. എൻ്റെ കയ്യിലുണ്ടോ എന്തോ ക്യാരറ്റ് അങ്ങനെ എന്തേത്തോ മതിയായിരുന്നു. നോക്കുക, ഇനി അയൺ ആർമർ ആവണ്ട, നമുക്കിനി ഡയമണ്ട് ആവാം. അതായിരിക്കും ആപ്പിൾ എടുക്കാം. ഇത് ബ്രെഡ് ഉണ്ടല്ലേ, ബ്രെഡ് കൃത്യം ഒരു സ്റ്റാക്ക് ഉണ്ടാക്കായിരുന്നു. നമുക്കിപ്പോൾ ഒരു സ്റ്റാക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ബ്രെഡ് കൃത്യം ഉണ്ടാക്കാനാവും. അമ്മയിന് നല്ല തൊണ്ടവേദന ഉണ്ട് ഗൈസ്. ഇതെന്താവാത്ത, ഇത്ര മതി. അതൊക്കെ ബാക്കി നമ്മളെ കയ്യിലുണ്ടാൽ മതി. എന്നിട്ട് ഇത് നമ്മളെ കയ്യിലും പിടിച്ചിട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ഞാൻ കുറച്ച് ഡയമണ്ട് മൈനിങ്ങിനും പോകണം. പിന്നെ ഒരു കൗ ബ്രീഡർ സെറ്റ് ചെയ്യാൻ നോക്കണം എനിക്ക്. ഇത് രണ്ടുമാണ് ഞാൻ വിചാരിക്കും. കൗ ബ്രീഡർ സെറ്റ് ചെയ്യാൻ എനിക്ക് ആവുമെന്ന് അറിയൂല. ഞാൻ നോക്കാം. നമുക്ക് കാറി വീഡിയോയിലാവാൻ മതിയില്ല. ഞാൻ കുറച്ച് ഡയമണ്ട് കാണുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, ഞാൻ ഫസ്റ്റത്തെ ഡയമണ്ട് കിട്ടി. അതൊക്കെ ഒരു മിനിറ്റ്. ഇത്രയും ദൂരം ഞാൻ മൈൻഡ് ചെയ്തതാ ഇത് കിട്ടുന്നത്. എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 ഓ നൈസ്. നമുക്ക് ആ ഒരു 2 വ്യത്യാസം കൂടി ഉണ്ടാക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡയമണ്ടും കൂടി കിട്ടി. ഇങ്ങനെ കാണിച്ചാൽ ബോറായി പോവില്ലേ? എത്ര ഉണ്ട് നോക്കുക. ഇത്ര തന്നെ 9 ഉള്ളൂ. കുഴപ്പമില്ല. നമ്മളൊരു കുറച്ച് തോന്ന ഡയമണ്ട് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അങ്ങനെ ഗൈസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഡയമണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? എന്നാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചോളി എത്ര ഡയമണ്ട് ഉണ്ടാവുമെന്ന്. എനിക്ക് നമ്മളെ ഫുൾ ആർമർ കിട്ടിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ കിട്ടിയുള്ളൂ. എന്താ അറിയൂല, ഒരു ഇതിൽ കിട്ടുന്നില്ല ഗൈസ്. നല്ല വിഷമത്തിലാണ് ഞാൻ എന്തോരം മൈൻഡ് ചെയ്തെന്ന് അറിയാം. എന്നിട്ടും 19 കിട്ടിയുള്ളൂ. ഒരു ഡയമണ്ട് വ്യത്യാസം ഫുള്ള് കിട്ടാനായി. ഇതെന്ത് ഇത്രയും റെയറാണോ ഡയമണ്ട് സ്പോൺ ആവാനി? ഇത് നോക്കിയതാ, ഇത്രയും കോബിൾ സ്റ്റോൺ അല്ല ഡീപ് സ്ലൈറ്റ്. ഇനി അവിടെ കുറേ ഉണ്ട്. ഡീ സ്പോൺ ആയി ഉണ്ടാവുമായിരിക്കും, അറിയൂല. അതിനോത്രണ്ട്. കുറച്ച് അയണോളൊക്കെ കിട്ടി, അതൊക്കെ വേറെ കാര്യം. പിന്നെ ഇവിടെ എന്തോ വന്നിക്കണ പുതിയതായിട്ട് വരാൻ സാധ്യത ഒന്നുമില്ല. എന്നാലൊരു ആരും എത്തിക്കണോയി. ആരും എത്തിയില്ല. നോക്കട്ടെ, ആരും എത്തിക്കണോ? ആരും എത്തിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തേത്താണ്? ഇത് വർക്കിംഗ് അല്ല. ഇതൊക്കെ ഈ പൊട്ടിച്ച് മാറ്റണം. നല്ല മടിയാ. എന്നാൽ അപ്പം എന്ത് ചെയ്യും? ഈ ഒരു ഡയമണ്ട് ഉപയോഗിച്ച് ഫുൾ ടൂളാക്കിയാലോ? നമുക്ക് കുറച്ച് ഡയമണ്ട് എടുത്ത് വെക്കണം, കാരണം എനിക്ക് ആർമറിനുള്ളതും വേണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്ത് ഒരു സോഡ് അല്ല ഒരു ആക്സ്, ഒരു സോഡ്, ഒരു ഡയമണ്ട് പിക്കാസ് ഒന്നുകൂടെ ഉണ്ടാക്കിയാലോ? അത് മതി, ആവശ്യമില്ലാണ്ട് ചെയ്യണ്ട. എനിക്കൊരു കൗ ബ്രീഡർ സെറ്റ് ചെയ്യണം. ഓട്ടോമാറ്റിക്കൽ കൗ ബ്രീഡർ. പിന്നെ ഒരു ഇതൊക്കെ ഉണ്ടാക്കണം. എൻ്റെ അയണില്ല, അതാണ് പ്രശ്നം. എൻ്റെ അയണില്ല. എവിടെ പോയിട്ടുണ്ട് അയൺ? ഞാൻ നിങ്ങളോ ചോദിക്കട്ടെ. ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയാലോ? വേണ്ട, നമുക്ക് പുതിയ സെറ്റാക്കാം.
ഇത് തൽക്കാലത്ത് ഇതിലിക്കട്ടെ. ഇതൊക്കെ ഞാൻ മടിയായിട്ട് ഇവിടെയൊക്കെ എടുത്ത് വെച്ചത്. എനിക്കൊരു നല്ലൊരു ഇതുണ്ടാക്കണം ഗൈസ്. ഞാൻ പറയാം എന്തേത്തോളം ഉണ്ടാക്കണം. കൗബറിയിടണം കുറച്ച് ഒരു 2 ലീഷും എടുത്ത് 5 നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അതൊരു മിനിറ്റിൻ്റെ കോള് കയ്യിൽ ഇരിപ്പുണ്ടാവേണ്ടിയാണ്. ഉണ്ട് കുറച്ച് ലീഷ് 2 ലീഷ്. ഇതും എടുത്ത് നമുക്ക് പോവാം. ഇതൊക്കെ ഒന്ന് എൻചാണ്ട് ചെയ്യണമുണ്ട്. ബട്ട് ഇന്ത്യയിൽ എൻചാണ്ട് ചെയ്യാൻ ഇന്ത്യയിൽ SP ഒക്കെ ഞാൻ വെറുതെ കൊടുത്തില്ലേ. അല്ല ഞാൻ എന്ത് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങിയെന്ന് നിന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റി. ഓക്കെ ഇതാണ് സ്മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാം. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തേത്താന്ന് വെച്ചാൽ കയറാനും കഴിയുന്നില്ല. ഞാനിന്ന് ഇതിനെ ഫ്യൂച്ചർ പ്ലാൻ പറയുന്നതിന് മുമ്പ് കുറച്ച് വുഡ് വെക്കട്ടെ. നമുക്ക് താഴത്തെ കയറണം. ഞാൻ ഇപ്പം എന്തിനോന്ന് വിചാരിച്ചീനല്ലോ. എന്തിനായി ഞാൻ വിചാരിച്ചത് ഇപ്പം മറന്നുപോയി. കുറച്ച് ഇത് ഉണ്ടാക്കുക. ഒരു ചെസ്റ്റ് എന്നിട്ട് നമുക്കൊരു ഹോപ്പർ ഉണ്ടാക്കി നമുക്ക് കൗബ്രീഡർ സെറ്റ് ചെയ്യണം. പക്ഷെ നല്ല മോഡിഫൈഡ് കൗബ്രീഡർ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇത് എന്നാലും എനിക്കിത് സെറ്റ് ചെയ്യാനാവും. ഇതിങ്ങനെ വെറുതെ നിന്നാൽ നമുക്ക് നല്ല എൻചാൻറ്റ്മെൻ്റ് ഒന്നും കിട്ടൂല. അതാണ് പ്രശ്നം. വേഗം സ്മെൽറ്റ് ആവുമല്ലോ. 5 പോരാ നമുക്കത് സ്മെൽറ്റ് ചെയ്യാൻ. 5 മതി. ഇത് വേണം. പിന്നെ വെള്ളം ഒപ്പിക്കണമല്ലോ. അതിന് വാട്ടർ ബക്കറ്റ് വേണ്ടേ. അതിന് വാട്ടർ ബക്കറ്റിനായിട്ട് ഞാനതിന് പോകേണ്ടി വരുമല്ലോ ഗൈസ്. എന്നെക്കൊണ്ട് ഞാൻ തോറ്റി ഗൈസ്. ഇവിടെ പെട്ടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പോയി. ഇനി ഞാൻ അതിന് മൈനിങ്ങിന് പോകണമല്ലോ. എന്ത് പറയാനാ, മൈനിങ്ങിന് പോയി കുറച്ച് ഒപ്പിക്കാനാവോന്ന് നോക്കുക. റൈഡിങ് കാണുന്നു. അയണ് കൂടെ ഉണ്ടാവില്ല. ഡയമണ്ട് സാധാരണ എത്ര ലെവലിലാണ് സ്പോണാവാറ്? മെയിനായി ഞാൻ ഫുള്ളാണ് താക്കണ 2 ഇത് നമുക്ക് ആവശ്യം വരും. ഇങ്ങ് വാ. നിങ്ങൾ നല്ല റെയറാ. അല്ല ഇവിടെ സ്ഥലത്ത് സ്പോണാവാൻ നല്ല റെയറാ. ഇങ്ങോട്ട് വേഗം വാടാ. ഓടിച്ചാടി മറിഞ്ഞ് തിരിഞ്ഞ് വാ. വേഗം വാ. സ്പീഡ് പോരാ. ഞാൻ ഉസൈൻ ബോൾട്ടാ. വാടാ. അവിടെ അടന്നോട് ഞാൻ അയണ് തപ്പിയിട്ട് പോകണേ. എൻ്റെ ആ കേവിൽ തിരെ അയണില്ല. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മല അങ്ങ് തുളയ്ക്കണം. ഒരു എന്താ പറയുക എന്തേത്തോന്ന് വെച്ച് മൈൻ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ വലിയ മെഗാ സ്റ്റോറേജ് സിസ്റ്റം. അങ്ങനെ ഉണ്ടാവും ആ ബുദ്ധി. പറയാൻ നല്ല സുഖമാണ്, ചെയ്യാൻ നല്ല പണിയാണ്. ഇതാ പ്രശ്നം. നോക്കുക അയണ അവിടെ ഉണ്ടോന്ന്. അയണമ്മാവ അയണ ഇവിടെ അടുത്തിടെയും കണ്ടില്ല. നമ്മുടെ അടുത്തുള്ളതൊക്കെ മൈൻ ചെയ്തേക്കണം. നോക്കട്ടെ. എന്നാലും ഇവിടെ ഒരു പ്രതീക്ഷ. അയണല്ല. എൻ്റെ കൈ കുറച്ച് ടോർച്ച് ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്കിന്ന് മാറിപ്പോയി. നേരത്തെ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലാഗ് അടിച്ചില്ല. അതിന് ഇതാക്കണം. എത്ര ഉണ്ട്? ഒന്ന് തന്നെ. നമുക്ക് ഏടിയ തികയൂല. കുറച്ചുകൂടി പോയി. ഹലോ ക്രീപ്പറെ, പഠിച്ചോ. ഓടിക്കോ. ഞാനിവിടെ ഇല്ല. അവർക്ക് നോക്കട്ടെ എവിടെ അയണുണ്ടോന്ന്. നമുക്ക് ഐറ്റങ്ങളെക്കാട്ടി പ്രധാനം ഇത് അയണ. ഞാൻ അടുത്ത് തന്നെ 2 വില്ലേജസിനെ നമുക്ക് റീഡായില്ലെങ്കിൽ ഞാൻ അടുത്ത് കൊണ്ടുവരും. 3 വില്ലേജസ് വേണം നമുക്ക് അടുത്തുനിന്ന് ഒപ്പിക്കുക. അല്ലാണ്ട് ഇതാവൂല ഗൈസ്. ഈ അയണ് മാന്താൻ പോവാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു അയൺ ഫാർം ഉണ്ടാക്കണം. അതിനും കൂടെ ഒരു അയണും കാണുന്നില്ല. ഇതോടെ അടുത്തവിടെ അയണുണ്ടോ? താഴത്തേക്ക് പോയാൽ ചിലപ്പൊന്ന് കാണാൻ മതി. നോക്കുക. പഠിച്ചോനെ അവിടേക്കൊക്കെ വീണാൽ ബാക്കി ഉണ്ടാവില്ല. ഡയമണ്ട് ചെക്ക് ചെയ്ത് നോക്കാം.
ബ്രോ കെ ഹബീബി 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 ഹബീബി. ഡയമണ്ട് വെക്കാതെ കൊണ്ടുള്ള ആദ്യത്തെ മരണം ഇത് രണ്ടാമത്തതാ. കൊന്നു മനുഷ്യന് ഈ ചെസ്റ്റർ പാക്ക് ഇട്ടിട്ട് ആറുമില്ല. ഇതിവിടെ ഫുള്ള് കോളാണ്. ഏടി അയണൊന്നും കാണുന്നില്ല. അമ്പടയിലൊക്കെ ഒന്ന് പോയി വയ്ക്കാമല്ലോ. എൻ്റെ എന്തുണ്ടോ ബ്ലോക്ക് 5 സ്റ്റോൺ ഉണ്ട്. പാർക്കോർ നമ്മളെ കൊണ്ടാവൂല. ലാഭം ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇവിടെ ബ്ലോക്കൊന്നും ഇല്ലല്ലോ. അയൺ ഇവിടെ ഉണ്ട്. അയൺ ഇവിടെ ഉണ്ട്. ഞാൻ കണ്ട് ഇവിടെ ഉണ്ട്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയതൊന്നും ഒരു കണ്ട ഗായ്സ്. എനിക്ക് ഒരു ടുബർക്കർ അറിയൂല. ഇവിടെ ഇല്ല. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കൂടി അതിൻ്റെ ഉള്ളിൽ നിന്നീനെങ്കിൽ നമ്മൾ തന്തൂരി ആയേനെ. ഇവിടെ പരമാവധി ഇതിൻ്റെ അടിയിലൊക്കെ ഇതുവരെ പോയി നോക്കിയില്ല. ഇവിടെ അയണും കാണുന്നില്ല ഗൈസ്. ഇവിടെ കേബിനകത്ത് ഇവരെ കണ്ടില്ലല്ലോ. താക്കണം. നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഉണ്ട്. അയണും നല്ല റയറാണ്. നമുക്ക് ഇവിടെ നിൽക്കാം. പരമാവധി എത്താൻ പോവാം. പരമാവധി ഉള്ളു റെവൈനാ. ശരി, എന്നാൽ അതത്രയും നല്ലത്. റെവൈന് കണ്ടുപിടിച്ചല്ലോ. അതിൻ്റെ ഉള്ളിൽ ലോഡായുണ്ടാവും. ബൈ മാമ. ഞാൻ ഇവിടെ ഒന്നില്ല. അവിടെ കയുണ്ട്. അതിനൊക്കെ നിങ്ങളൊക്കെ കൊല്ലണം. എന്നെ കൊണ്ട് പാകുന്നില്ല. ഞാൻ വീണ് ഇവിടെ ബ്രോ. ഞാൻ ഇവിടെ കയറണം. ഞാൻ പാവാ. ഓടാ പിടിച്ചെറുക്കാം. ഇതിൻ്റെ ഡയമണ്ട് സോഡ അത് കണ്ടെങ്കിൽ ഒരു 2 വട്ടം മതി. ഞാൻ വെറുതെ പറഞ്ഞതാ. മൂട്ടല്ലേ പറ. ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പോയാൽ നല്ല ലിറ്റി ആയല്ലോ. നമ്മൾ പുര എത്തി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കടന്നു പറഞ്ഞു. അല്ല പണിയാ. അതിന് നമ്മൾ 20 കിട്ടിയോ? അത് ഞാനറിഞ്ഞില്ലല്ലോ 20 കിട്ടിയേ. ഇവിടുന്ന് എണിച്ചാണ്ട് ചെയ്ത് നോക്കിയാലോ. വേണ്ട, വെറുതെ വേണ്ട. ആവശ്യമില്ലാത്തത് വേണ്ട. നമ്മളവിടെ 2 കെട്ടിട്ട് നമുക്ക് കെട്ടിട്ടാൽ മാത്രം പോരാ. കെട്ടിട്ടാൽ ലൈറ്റുകളൊന്നും കയറൂല അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ കയറാൻ നല്ല പണിയാണ്. നമുക്ക് നല്ല പിക്ചർ കിട്ടുമെന്ന് നോക്കിയാലോ. ഇത് ഇടയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിക്ചർ ഏതാണ്? ഇത് കണ്ടില്ല. ഇത് നല്ല രസമല്ല ഇത് കാണാൻ. 2 കൂടി 2 കിട്ടി. ഒരു വാട്ടർ ബക്കറ്റ്. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ വുഡാക്കുക. വുഡ് ഇത് നമുക്ക് വേണ്ടത്. ഇതും വേണം. ഇത് പോരാ. ഇനി എന്തോ വണ്ടിയുണ്ടോ? ഒരു ഫെൻസ് വേണം. ഒരു ഫെൻസ് എടുത്ത് അത് മതി. ഇത്ര മതി. ഇനി നമുക്ക് വേണ്ട തൊള്ളയിലും വരുന്നില്ല. നമുക്ക് ഇറങ്ങി ഓടുക. അടുത്ത ഫാർമും കൂടി നല്ല രസമുണ്ടല്ലോ വെള്ളത്തിനും കാണാൻ. ഓടിക്കോ. എവിടെയൊക്കെ ഉണ്ടാക്കുക. കുറച്ച് മുമ്പോ ടൈപ്പ് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവന്നുണ്ട്. ഓരോ സ്ഥലം ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് ബ്ലോക്ക് 2-3 ബ്ലോക്കൊന്ന് ഇവിടുന്ന് റിമൂവ് ആക്കുക. ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം വേണ്ടി ഒരു കുഴി ഇങ്ങനെ കുഴിക്കുക. ചെസ്റ്റ് ഇവിടെ ഹോപ്പർ ഉമ്പട. തൽക്കാലത്തിന് ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക. അതടന്നോട്ടെ. നമുക്ക് ഐറ്റങ്ങളെ കയറ്റേണ്ടതാണ്. ഇനി ഇവിടെയുള്ള ഈ ഒരു ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ചെസ്റ്റിലേക്ക്
നിങ്ങൾ ഒരു കാര്യം നോക്കണം, നമ്മൾ ഇതിനെ തള്ളിയിടുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം ഒഴിക്കണം. ആടല്ല വെള്ളം ഒഴിക്കേണ്ടി ഈ ഒരു ബ്ലോക്കിൽ നെറ്റുകൾക്ക് ഇത് കൊടുക്കാനാവും. ഇത് ഉടായ്പാണ്. ഇനി ഇത് എടുക്കുക, ഈ പിടിക്കുക എന്നുള്ള ടൈറ്റുകൾ അടുത്ത് പോയാൽ മതി. ടൈറ്റുകൾ നമ്മൾ തന്നെത്താനെ തേടി പിടിച്ച് വന്നോളൂ. വട മറ വട പോയാൽ ഇങ്ങളൊന്നും പോവില്ല. എനിക്ക് നന്നായി അറിയാം, കാരണം നിങ്ങൾ വഷറന്മാരാണ്. രണ്ടെണ്ണം കയറിയാണ്. പോരി ഫുഡ് ബ്രെഡ് അല്ല ഇതല്ല ഇത്. വാ ഫുഡ് വാട ഫൂട്ട്. എനിക്കൊന്ന് തിന്നാൻ വേണ്ടതൊന്ന് നന്നായി സ്പീഡിൽ ഓടി കയറി വാ, ചാടി കയറി വാ. എന്നെ ആവശ്യമില്ല. ഇനി എന്നാലും നീ വന്നോ, ഞാൻ എന്നെ ഒഴിവാക്കുന്നൊന്നുമില്ല. ഇങ്ങോട്ട് വാ. ഒരാൾ കയറി വാടോ, രണ്ടെണ്ണം കൂടി. ഈറ്റിങ്ങളെ കൊണ്ട് വല്ലാത്ത തൊല്ലാപ്പായല്ലോ ഗൈസ്. ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാടാ. ഞാൻ ഇവിടെ ഉണ്ടാ എടാ, ഞാൻ ഇവിടെ ഉണ്ട്. ഈറ്റിങ്ങൾ ഞാൻ വീണു. ഇത് വല്ലാത്തൊരു പണിയുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ നല്ല കുട്ടി നല്ല അനുസരണ തീരെ ഇല്ലാത്ത കുട്ടി. ഇവനെ നമ്മൾ ബ്രീഡാക്കുമ്പോൾ ഒരു കുട്ടി നിലത്തേക്ക് വീകണ്ടിനു. എടാ നിങ്ങളെ നിലത്തേക്ക് വീകാനല്ല പറഞ്ഞു, ഇങ്ങോട്ട് കയറി വാടോ. ആ കുട്ടി നല്ല അതബുള്ള കുട്ടി. അവർക്ക് ലീശ എടുത്താൽ തന്നെ ഒന്ന് തള്ളിയിട്ട് രണ്ടാമത്തെ കുറച്ച് അപ്പുറത്തേക്ക് പോടാ. ഇങ്ങോട്ട് വരില്ലടാ, ഇങ്ങോട്ട്. ഇതിനെക്കൊണ്ട് ഞാൻ നല്ല ടൈം എടുക്കുള്ളൂ. പോലെ ഞാൻ ഇവിടെ ഉണ്ട് പോലെ ഇത് നിന്നെ കൊണ്ടല്ല ആവുന്നില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. രണ്ടെണ്ണത്തിനെ കയറ്റി, ഒരു കുട്ടിയില്ല അതിനെ എൻ്റെ ഉള്ളിൽ കയറ്റി. ഇവർ രണ്ടാളും കയറുന്നില്ല. നമുക്കെന്താക്കാം, സിയോയി ഞാൻ കണ്ടില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ഇതല്ല ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്, ഇത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ വീട്ടെടുത്ത് ആ കുട്ടിയൊന്ന് വളർത്തണം. കുട്ടി വളരെ വേഗം വളർന്നു. അവനെ കാണുന്നില്ല. ആ കണ്ട് ഇജ് വളർന്നിട്ടൊന്നുമില്ല. അവിടെ ഇതിന് വേഗം തിന്ന് വേഗം വലിയ കുട്ടിയായി. അവളുടെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബ്രീഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ചെയ്തോളുന്നുണ്ട്. ഇത് മെയിനായി ഞാൻ വിചാരിച്ച നമ്മൾ ഡയമണ്ട് ആവണമെന്നു. പക്ഷെ ഡയമണ്ട് ഫുൾ ആർമർ ആവാനായില്ല. അതിന് നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ, നാട് ഒരു ഫെൻസ് വെച്ചാട്ടെ. അല്ലെങ്കിൽ ഏറ്റവും ഞാൻ തുള്ളി ഞാൻ അഥവാ അതിൻ്റെ ഉള്ളിൽ കയറി വീണോയാൽ പിന്നെ വാളെടുക്കേണ്ടി വരും. അതാ പ്രശ്നം. ഇത് ഞാൻ എന്താ ചെയ്യുന്നത്, വല്ലാത്ത കയറി നമ്മളിത് ഇവിടെ ഫെൻസ് എന്നടിക്ക. എടാ ഇവനെ കൊണ്ട് ഞാൻ വെച്ച് അതിനായിട്ട് ഞാൻ തുള്ളി കളിക്കൂല. നമ്മളിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. റെഡിയല്ലോ സെറ്റ്. കൗ ബ്രീഡറും അങ്ങനെ സെറ്റായി. ഞാൻ കുറേ ദിവസമായി ചെയ്യാൻ വിചാരിക്കുന്നു. ഒന്ന് നെതറിൽ കയറി വയ്ക്കാലോ. നല്ല പേടിയാണ്, ഡയമണ്ടൊക്കെ ഉള്ളതാ. നെതറിൽ പോകാൻ നമുക്ക് കുറച്ച് അടുത്ത എപ്പിസോഡിലേക്ക് ആവശ്യമുള്ളതുണ്ട്. ഒക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് മറക്കരുത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആദ്യത്തെ കോൾ എന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ല സ്ഥലം ഉണ്ടാക്കിക്കണം. രണ്ടാമത്തെ കോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു അയൺ ഫാർം സെറ്റ് ചെയ്യണം. അതിന് നല്ല പണിയാണ്. 3 വില്ലേജസിനെ അവിടെ കൊണ്ടുവെക്കണം. നല്ല പണിയാണ്, എന്നാലും നമ്മൾ ചെയ്യാം. ഇല്ല, നമുക്ക് അയൺ ഫാർമിൻ്റെ അത് നല്ല ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാം. അതുണ്ടാവും 3 വില്ലേജസൊക്കെ, അതിനൊക്കെ ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ പ്രശ്നം. ഇന്നത്തെ വീഡിയോയിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്. ഓക്കെ, ബൈ.